വ്യാപകമായിട്ടാണ് സർവീസ് വെട്ടിക്കുറച്ചിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ 37 സർവീസുകൾ കൊച്ചിയിലേക്ക് വരേണ്ട സർവീസുകളാണ് കുറച്ചത്. അതിന് തൊട്ടു പിന്നാലെയാണ് കൊച്ചിയിൽ നിന്ന് പറന്നുയരേണ്ട ഏകദേശം 38ഓളം വിമാന സർവീസുകൾ കൂടി വെട്ടിക്കുറച്ചിരിക്കുന്നത്. ഇത് കൂടാതെ 6 വിമാനങ്ങൾ ഷെഡ്യൂൾ ചെയ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഈ 6 വിമാനങ്ങൾ എത്താനുള്ള സാധ്യതയില്ല എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞത്. അത് പ്രധാനമായിട്ടും ജിദ്ദ, മസ്കറ്റ്, അബുദാബി തുടങ്ങിയ ഇടങ്ങളിൽ നിന്നുള്ളതാണ്. പക്ഷേ ഇവിടെ നിന്നുള്ള വിമാനങ്ങൾ എത്താനുള്ള സാധ്യതയില്ല എന്ന് പറയുന്നതിന് പ്രധാന കാരണം ഈ യുദ്ധത്തിൻ്റെ തോത് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. ഇന്നലെ 27 വിമാനങ്ങൾ ഇത്തരത്തിൽ ക്യാൻസൽ ചെയ്തിരുന്നു. അതിൽ 14 വിമാനങ്ങൾ കൊച്ചിയിലേക്ക് എത്തേണ്ട വിമാനങ്ങളായിരുന്നു. ഇത് യാത്രക്കാരെ വലിയ രീതിയിൽ ബാധിക്കുന്നുണ്ട്. ഇതിൻ്റെ മറ്റൊരു പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് ഗൾഫ് രാജ്യങ്ങളിലേക്ക് പോകുന്ന വിമാനങ്ങൾ എന്നുള്ളത് മാത്രമല്ല, ഇത് കണക്റ്റഡ് ഫ്ലൈറ്റ് കൂടിയാണ്. പലതും ഡൽഹിയിലേക്കോ മുംബൈയിലേക്കോ ചെന്നൈയിലോ ലാൻഡ് ചെയ്ത് അവിടെ നിന്ന് കണക്ട് ചെയ്ത് പോകുന്ന ഫ്ലൈറ്റുകൾ കൂടിയാണ്. പക്ഷേ യാത്ര ക്യാൻസൽ ചെയ്യുന്നതോടുകൂടി ഈ കണക്റ്റഡ് ഫ്ലൈറ്റിൻ്റെ സേവനം കൂടി ഇല്ലാതാകും. അതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് മറ്റിടങ്ങളിലേക്ക് പോകേണ്ട ആളുകളെയും ഇത് കാര്യമായി തന്നെ ബാധിക്കുന്നുണ്ട്. പലരും ലീവിന് നാട്ടിൽ വന്ന് തിരികെ പോകാൻ നിൽക്കുന്ന ആളുകളെ അടക്കം ഈ സർവീസ് കാര്യമായി ബാധിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് പറയുന്നത്. പക്ഷേ എയർപോർട്ട് അതോറിറ്റിയുമായി നമ്മൾ സംസാരിക്കുമ്പോൾ നമുക്ക് ഒടുവിൽ കിട്ടുന്ന വിവരം എന്ന് പറയുന്നത് വരും ദിവസങ്ങളിൽ ഇതിൻ്റെ തോത് കൂടാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഈ നിലവിൽ നടക്കുന്ന സംഘർഷ സാധ്യതകൾ കണക്കിലെടുത്തുകൊണ്ടാണ് നീക്കമെങ്കിലും അതിന് അയവ് വരാതെ വീണ്ടും ഒരു ഫ്ലൈ ഉണ്ടാകാനുള്ള സാധ്യതയില്ല എന്നുള്ള വിവരം തന്നെയാണ്. ഇതിൽ പ്രധാന വിമാനങ്ങളെല്ലാം തന്നെ വിദേശ വിമാനങ്ങളാണ്. എയർ ഇന്ത്യ അടക്കമുള്ള സർവീസുകളുണ്ട് എങ്കിൽ പോലും വിദേശ വിമാനങ്ങളുടെ കാര്യത്തിലാണ് ഇത്തരത്തിലുള്ളൊരു വെട്ടിക്കുറയ്ക്കൽ വ്യാപകമായി വന്നിരിക്കുന്നത് എന്നറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് രാവിലെ മസ്കറ്റിൽ നിന്നൊരു വിമാനം വന്ന് ഇറങ്ങിയിരുന്നു. പക്ഷേ അതിന് തൊട്ടു പിന്നാലെ ഉണ്ടായിരുന്ന 10 മണിക്ക് എത്തേണ്ട ജിദ്ദയിൽ നിന്നുള്ള വിമാനം ഉണ്ടാകില്ല എന്നൊരു അറിയിപ്പ് കൂടി നൽകിയിട്ടുണ്ട്. അത്തരത്തിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ ഷെഡ്യൂൾ ചെയ്തതിൽ പോലും ഉണ്ടാകാനുള്ള സാധ്യത ഈ മണിക്കൂറുകളിൽ പോലും നിലനിൽക്കുന്നുണ്ട്.